ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിൻ്റെ നെക്സ്റ്റ് പോർഷനാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാണ് കണ്ടുപിടിച്ചത്, മോഡേൺ പീരിയോഡിക് ലോ എന്താണ്, അതേപോലെ തന്നെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, ഗ്രൂപ്പ്സ് എന്താണ്, പീരീഡ്സ് എന്താണ്, അതുപോലെ ഗ്രൂപ്പ്സും പീരീഡ്സും അല്ലെ ഗ്രൂപ്പ് നമ്പർ പീരീഡ് നമ്പറും ഒക്കെ കാണുന്ന മെത്തേഡ്, ഏത് രീതിയിൽ നമുക്ക് ഏത് ഗ്രൂപ്പിലുള്ളതാണ്, അല്ലെ ഒരു എലമെൻറ്റ് തന്നാൽ ഏത് ഗ്രൂപ്പിലാണ്, അല്ലെ ഏത് പീരീഡിലാണ് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നോബിൾ ഗ്യാസസ്, അതായത് ഉത്കൃഷ്ടവാതകങ്ങൾ. ഈ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നതിനെ മറ്റൊരു പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതാണ് അലസവാതകങ്ങൾ. അതായത് പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റുകളാണ് അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18 ഗ്രൂപ്പ് എലമെൻസിനെയാണ് നമ്മൾ അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്. ഇതിന് വേറൊരു പേരുണ്ട്, ഇനേർട്ട് ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വാതകങ്ങളാണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ 18 ഗ്രൂപ്പ് എലമെൻറ്റ്സ്, ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പിൽ ഉള്ള എലമെൻറ്റുകളാണ് ഈ അലസവാതകങ്ങൾ. അപ്പോൾ ഈ നമുക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാം, അലസവാതകങ്ങൾ എന്ന് പറയുന്ന ആ പേര് ഈ ഗ്രൂപ്പിലുള്ള എലമെൻസിന് വളരെ യോജിച്ച ഒരു പേരാണ്. കാരണം ഇവർ ഭയങ്കര അലസന്മാരാണ്. മറ്റു കാര്യങ്ങളിലൊന്നും ഇവർ ഏർപ്പെടാറില്ല. ഇവർ ആ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ സുഖമായിട്ട് കഴിയുക, അത് മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. അല്ലാതെ വേറെ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഈ 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകൾ പങ്കെടുക്കാറില്ല. അപ്പോൾ നോബിൾ ഗ്യാസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസുകൾ എന്താണ്, സ്റ്റേബിൾ ആയിരിക്കും. അതായത് നോബിൾ ഗ്യാസുകൾ, അലസവാതകങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള എലമെൻസിനെയാണ് നമ്മൾ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അവർ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ നോബിൾ ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ 8 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നോബിൾ ഗ്യാസ് എന്താണ്, അത് ഒരു സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ സ്ഥിരതയുള്ള മൂലകങ്ങളാണ്. അപ്പം നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ 18 ഗ്രൂപ്പ് എലമെൻറ്റ്സ് എല്ലാം എങ്ങനെയാണ്, സ്റ്റേബിൾ ആയിട്ടുള്ളവയാണ്, സ്ഥിരതയുള്ള മൂലകങ്ങളാണ്. ഓക്കെ, അവരെയാണ് നമ്മൾ സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇനി ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇവർ ഒരു രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിലും പങ്കെടുക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർ അലസന്മാരാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു മെയിൻ റീസൺ അതാണ്. ഇവർ മറ്റുള്ള ഒരു രാസപ്രവർത്തനങ്ങളിലും ഏർപ്പെടാറില്ല. അവർ ഇലക്ട്രോൺസിനെ കൊടുക്കലോ വാങ്ങലോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. എന്തുകൊണ്ടാണ്? അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്. അവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഇവർ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് ഇവരെ കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കാറില്ല. ദ അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആറ്റംസ് ഈസ് കോൾഡ് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പം ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഷെൽ KLMN അങ്ങനെയുള്ള ഒരു ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലിൽ ഇതാണ് ലാസ്റ്റ് ഷെൽ. ഈ ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് ദ അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആറ്റംസ് ഈസ് കോൾഡ് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അങ്ങനെ 8 ഇലക്ട്രോൺസ് വന്ന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ളവയാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നോക്കിയേ, എക്സ്, വൈ, ഇസഡ് ഇങ്ങനെ 3 ഞാൻ തരികയാണ്. അപ്പോൾ ഈ എക്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതാം. 282 ആണെന്ന് വെച്ചോ. ഇതിൻ്റെ 28, ഇതിൻ്റെ 21 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ ഈ 3 ഏറ്റവും സ്റ്റേബിൾ ഏതാണ് എന്ന് ചോദിക്കാം. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? ഇതാണ് അല്ലേ, വൈ ആണ് ഏറ്റവും സ്റ്റേബിൾ. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇവരെ സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നിട്ടുള്ളത് ആരൊക്കെയാണോ അവരെല്ലാം സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ സ്റ്റേബിൾ.
ഇവിടെയാണ് 2 ഇലക്ട്രോൺ മാത്രമേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളൂ, അപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ടില്ല. ഇവിടെ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം 7 ഇലക്ട്രോണും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സ്റ്റേബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ Y ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ വേണം എഴുതാൻ. ഇനി നോക്കിയേ, ഇവിടെ കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ടല്ലോ. ഈ എലമെന്റ്സ് ആണ് നോബിൾ ഗ്യാസ്, അതായത് 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഈ എലമെന്റുകളാണ് എന്തെന്ന് പറയുന്നത്, നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കി ഏതൊക്കെയാണെന്ന്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ, ഒർഗാനസോൺ. ഇത്രയും എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഹീലിയം, രണ്ടാമത്തത് നിയോൺ, മൂന്നാമത്തത് ആർഗൺ, നാലാമത്തത് ക്രിപ്റ്റോൺ, അഞ്ചാമത്തേത് സിനോൺ, റാഡോൺ, ഒർഗാനസോൺ. ഒർഗാനസോൺ ആണ് 118ാമത്തെ എലമെന്റ്, അതായത് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന എലമെന്റ് ആണ് ഏത്, ഒർഗാനസോൺ. ഓക്കെ, അപ്പം ഈ ഇത്രയും എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയാം. ഓക്കെ, ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ എന്നൊക്കെ ഇവരെ പറയാം. അപ്പം ഇത്രയും നോബിൾ ഗ്യാസസിൽ വന്നിരിക്കുന്ന ഇത്രയും എലമെന്റ്സും എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും, അതായത് ഇവർക്കെല്ലാം സ്റ്റെബിലിറ്റി ഉള്ളവരായിരിക്കും. ഓക്കെ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ, ഓർഗാനസോൺ. അപ്പോൾ ഇത്രയും എലമെന്റ്സിനെ നിങ്ങൾ നന്നായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ്, അതായത് 3 to 12 ഗ്രൂപ്പ്സിൽ വരുന്ന എലമെന്റുകളാണ് എന്ത്, സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. എത്രയാ, 3 to 12. അതായത് ഒരു പീരിയോഡിക് ടേബിൾ ആണ്, അതിൻ്റെ നടുക്കത്തെ പോർഷൻ, ഈ പോർഷനിൽ വരുന്ന 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റുകളാണ് എന്ത്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഫില്ലിംഗ് ദ ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. അതായത് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ്, ഇതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ പൂരണം നടക്കുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും. പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ, പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ഷെൽ, അതായത് KLMN ഇങ്ങനെയല്ലേ ഒരു ഷെൽ എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ ഇത് N ഷെല്ല, അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഷെൽ M ഷെൽ, ഇതാണ് പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എലമെന്റുകളാണ് ഏത്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും ഇവിടെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ, ജനറലി ദേ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് പീരീഡ്സ്. അതായത് ഇത് ഗ്രൂപ്പുകളിലും പീരീഡുകളിലും എല്ലാം രാസഗുണങ്ങൾ, അതായത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്ന എലമെന്റുകളാണ് അത്. ഓക്കെ, അതായത് ഗ്രൂപ്പിലാണെങ്കിലും പീരീഡ്സിലാണെങ്കിലും എല്ലാം ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ മെറ്റൽസ്. ഇനി ഇവരെ മെറ്റലുകളായിരിക്കും, ലോഹങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള എലമെന്റുകളിലെല്ലാം ലോഹങ്ങളായിരിക്കും വരുന്നത്. പിന്നെ ദേ ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്സ്, അതായത് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ആര്, ട്രാൻസിഷൻ എലമെന്റ്സ്. അതായത് 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റുകൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അവ കളേർഡ് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആദ്യം തൊട്ട് ഇപ്പം പഠിപ്പിച്ച ടോപ്പിക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.